അതിൻ്റെ അകത്ത് ആസൂത്രിതമായിട്ടൊരു ശ്രമം നടന്നിട്ടുണ്ട്. പക്ഷെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശം ഈ പ്രതികൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് SP വ്യക്തമാക്കേണ്ടതാണ്, അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കേണ്ടതാണ്. എന്തായാലും ഇപ്പോൾ ഈ കോൺക്രീറ്റ് തറ പൊളിക്കുകയാണ്. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ അകത്ത് പൊളിക്കുന്നതിൻ്റെ ശബ്ദം കേൾക്കാം. കോൺക്രീറ്റ് തറ ഡ്രില്ലർ ഉപയോഗിച്ച് കുത്തി പൊളിച്ച് ഈ മൃതദേഹം ഉടൻ പുറത്തെടുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പുറത്തേക്ക് എത്തിക്കണമെങ്കിൽ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. പിന്നെ ഇത് എന്നാണ് കൊല്ലപ്പെട്ടത് എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. ആ കാര്യത്തിൽ SP-യുടെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം നൽകുമെന്നാണ് കരുതുന്നത്. കാരണം വ്യാഴാഴ്ചയാണ് ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോകുന്നത്. അന്ന് തന്നെ കൊലപാതകം നടന്നു, അതോ ഇനി മറ്റെവിടെയെങ്കിലും അദ്ദേഹത്തെ പാർപ്പിച്ച ശേഷം മർദ്ദിച്ചാവശ്യനാക്കി കൊലപ്പെടുത്തിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ആ കാര്യത്തിൽ ജില്ലാ പോലീസ് മേധാവി തന്നെ ഒരു വ്യക്തത വരുത്തും എന്നുള്ളതാണ് കരുതുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഈ കൊലപാതകം മാൻഹോളിൽ നിന്നും മൃതദേഹം പുറത്തെടുക്കുന്ന ശ്രമമാണ് ഇപ്പോൾ തുടരുന്നത്. അങ്ങനെ അതൊരു ശ്രമകരമായൊരു ദൗത്യമാണോ, അതോ അല്പസമയത്തിനകം മൃതദേഹം പൂർണ്ണമായും പുറത്തെടുക്കാൻ കഴിയും? 3 ദിവസം പഴക്കമുണ്ട്. തീർച്ചയായിട്ടും അത് മാൻഹോളിൽ നിന്ന് പുറത്തെടുക്കുക എന്നുള്ളത് ഒരു ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. കാരണം ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് ഈ 10 അടിയിലേറെ താഴ്ചയുള്ള കുഴിയിലേക്ക് ഇറങ്ങിയത്. ആ കുഴിയിൽ മണ്ണിട്ട് മൂടിയ നിലയിലാണ് ഈ മൃതദേഹമുള്ളത്. കൂടാതെ അതിന്റെ മേളുവശം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന സൂചന. അപ്പോൾ അതെല്ലാം നീക്കം ചെയ്തിട്ട് വേണം ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് എടുക്കാൻ. കാരണം സ്വാഭാവികമായി 24 മണിക്കൂറിന് ശേഷം തന്നെ ഈ മൃതദേഹം ജീർണിച്ചു തുടങ്ങും. അപ്പോൾ എത്ര ദിവസം പഴക്കമുണ്ടെന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. എന്തായാലും കുറഞ്ഞത് 3 ദിവസമെങ്കിലും പഴക്കമുണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ ഈ വളരെ ശ്രമകരമാണ് മൃതദേഹം പുറത്തേക്ക് എടുക്കുക എന്നുള്ളത്. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡ്രില്ലർ ഉപയോഗിച്ചുകൊണ്ട് കോൺക്രീറ്റ് തറ വെട്ടിപ്പൊളിച്ച് അതിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നടത്തുന്നത്. ജില്ലാ പോലീസ് മേധാവി അടക്കം ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു 2 മണിക്കൂറെങ്കിലും എടുക്കും ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇവിടെ നിന്ന് മാറ്റാൻ. അതിനുശേഷമായിരിക്കും പ്രതികളുടെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് പോലീസിന് ഈ വിവരങ്ങൾ ചോദിച്ചറിയാൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ആസൂത്രണമുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് പങ്കാളിത്തമുണ്ടോ, അത്തരം കാര്യങ്ങൾ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ വ്യക്തമാകൂ. എന്തായാലും പോലീസ് ഈ നടപടിക്രമങ്ങൾ പാലിച്ചതിന് ശേഷം പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യും. അതിൽ നിന്ന് കൂടുതൽ വ്യക്തമായ ഒരു ചിത്രം ലഭിക്കും എന്നാണ് കരുതുന്നത്. അതായത് ഈ യഥാർത്ഥ കാരണം സംബന്ധിച്ച് ഇപ്പോഴും പോലീസിന് കൃത്യമായിട്ടൊരു അറിവിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ പ്രതികളെ ചോദ്യം ചെയ്യുക, കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുക, പിന്നീട് എങ്ങനെയൊക്കെയാണ് കൃത്യം നടത്തിയത് എന്നതടക്കം പ്രതികൾ തന്നെ വിവരിച്ച് ബോധ്യപ്പെടുത്തുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു കൃത്യമായി ഇതിൻ്റെ കാരണങ്ങളും കൂടുതൽ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നൊക്കെ അറിയൂ, അല്ലേ ജെയിൻ? അതായത് കൃത്യത്തിലേക്ക് നയിച്ച കാരണം വ്യക്തിവൈരാഗ്യം തന്നെയാണ്. ആ കാര്യത്തിൽ വലിയ സംശയങ്ങളില്ല. കാരണം ഇവർ തമ്മിൽ വലിയ തർക്കങ്ങളുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചില അടിപിടിയോ അല്ലെങ്കിൽ അത്തരം തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട്. ഉപ്പുതറ പോലീസ് സ്റ്റേഷനിലും അതോടൊപ്പം തന്നെ തൊടുപുഴ സ്റ്റേഷനിലുമൊക്കെ ഇത് സംബന്ധിച്ച് കേസുണ്ട്. ഈ കേസിൽ പ്രതിയായിട്ടുള്ള ജോമോൻ ഈ ബിജു തനിക്ക് ഒരുപാട് പണം നൽകാനുണ്ട് എന്നതൊക്കെ കാണിച്ചുകൊണ്ട് വിവിധ സ്റ്റേഷനുകളിൽ പരാതി നൽകിയിട്ടുണ്ട്. പല രാഷ്ട്രീയ പ്രവർത്തകരെ അടക്കം ഈ വിഷയത്തിൽ ഇടപെടിപ്പിച്ച് ഈ പണം തിരിച്ച് ലഭിക്കണമെന്ന ആവശ്യവുമായി സമീപിച്ചിട്ടുണ്ട്. ആ സമയത്ത് ബിജുവിൻ്റെ ഭാഗത്തുനിന്ന് അത്തരം വിട്ടുവീഴ്ചകളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ വൈരാഗ്യമാണ് ഈ കൊലയിലേക്ക് നയിച്ചിരിക്കുന്നത്. കാരണം ഈ 2 പേരും ചേർന്ന് ഈ ദേവമാതാ കാറ്ററിംഗ്സിന് പുറമെ ഈ ശവസംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട ആംബുലൻസ് സൗകര്യങ്ങൾ, അതോടൊപ്പം തന്നെ മൊബൈൽ മോർച്ചറി അത്തരം ബിസിനസ്സുകളൊക്കെ നടത്തിയിരുന്നു. കൂടാതെ ബസ് സർവീസൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ഈ കേസിലെ പ്രതിയായിട്ടുള്ള ജോമോൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ നീണ്ട നാളത്തെ ഒരു സാമ്പത്തിക ഇടപാടുകളുണ്ട്, ബിസിനസ് പങ്കാളിത്തമുണ്ട്. ആ പങ്കാളിത്തം പിരിഞ്ഞതിനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ തനിക്ക് നഷ്ടം നേരിട്ടു എന്നുള്ളതാണ് ഈ ജോമോന്റെ വാദം. അതിൻ്റെ വൈരാഗ്യത്തിൻ്റെ പേരിലാണ് ഈ കൊല നടത്തിയത് എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു വിലയിരുത്തൽ. എന്തായാലും ഈ മൃതദേഹം പുറത്തേക്ക് എടുത്തതിന് ശേഷമായിരിക്കും ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കുക. അതിനുശേഷം പോലീസിന് കൃത്യമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി 24 മണിക്കൂർ സമയം കിട്ടും. അപ്പോൾ ആ സമയത്ത് എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ, കൂടാതെ തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ കൊല നടത്തിയിരിക്കുന്നത് ഇവിടെ ആയിരിക്കില്ല, മറ്റെവിടെയെങ്കിലും വെച്ച് കൊല നടത്തിയതിനു ശേഷം ഇവിടെ കൊണ്ടുവന്ന് മറവ് ചെയ്തതാകാനാണ് സാധ്യത. അപ്പോൾ അത്തരം കാര്യങ്ങൾ പോലീസ് പരിശോധിക്കണം. അതിനുള്ള നടപടികൾ ഈ മൃതദേഹം പുറത്തെടുത്ത്
എടുത്ത് അതിനെ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചതിന് ശേഷം മാത്രമേ അത്തരം നടപടികൾ ഉണ്ടാകൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ കാര്യത്തിൽ വലിയ നിർണായകമാണ്. കാരണം എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ശരീരത്തിലെ മുറിവുകളൊക്കെ വിശദമായ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മാത്രമേ അത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയൂ. കാരണം മൃതദേഹം ഇപ്പോൾ ജീർണിച്ച അവസ്ഥയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുറിവുകളൊക്കെ കണ്ടെത്തുക എന്നുള്ളത് സൂക്ഷ്മ പരിശോധനയിലൂടെ മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനുള്ള നടപടികളൊക്കെ ആയിരിക്കും അടുത്ത സമയങ്ങളിൽ ഉണ്ടാവുക. പ്രജീഷ്, ഈ കൊട്ടേഷൻ സംഘത്തിന്റെ കാപ്പ കേസ് പ്രതിയുടെ സാന്നിധ്യം, അതുമായി ബന്ധപ്പെട്ട് നടത്തിയ തിരച്ചിൽ, ഇതൊക്കെയാണ് കേസിലേക്ക് വഴിത്തിരിവായി മാറിയത്. അപ്പോൾ തികച്ചും ആസൂത്രിതം, മറ്റ് ആളുകളുടെയൊക്കെ പങ്ക്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ചുരുൾ അഴിക്കേണ്ട കാര്യങ്ങളാണ് ഈ വ്യക്തിവൈരാഗ്യമാണെന്ന് പറയപ്പെടുമ്പോഴും. തീർച്ചയായിട്ടും ഈ കാപ്പ കേസിൽ ഉൾപ്പെട്ടയാൾ, അയാൾ പറവൂർ സ്വദേശിയാണ്, എറണാകുളം സ്വദേശിയാണ്. അയാൾ ഈ കാപ്പ നിയമം ലംഘിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഇയാളെ തിരഞ്ഞിരുന്നു. ആ തിരച്ചിലിനിടയിൽ ഇയാൾ പിടിയിലായി. അതിനുശേഷം പോലീസ് നടത്തിയ ചോദ്യം ചെയ്യൽ, ആ ചോദ്യം ചെയ്യലിലാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ അല്ലെങ്കിൽ ഈ കേസിൽ വഴിത്തിരിവാകുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ കാപ്പ കേസിലെ പ്രതി ഒളിവിൽ താമസിച്ചിരുന്നത് ഇതേ കെട്ടിടത്തിലാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ മൃതദേഹം കുഴിച്ചുമൂടി എന്ന് കരുതുന്ന അതേ കെട്ടിടത്തിലാണ്. ഈ കെട്ടിടത്തിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് പോലീസ് ഇവിടെ തിരഞ്ഞു വന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചു. ആ സമയത്താണ് ഈ കൊല്ലപ്പെട്ട ബിജു ജോസഫിന്റെ ഭാര്യ ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. ഈ രണ്ട് കേസുകളിലും കോമൺ ആയി വന്ന ഒരു പേരുണ്ട്. അത് ജോമോന്റെ പേരാണ്. കാരണം ബിജുവുമായിട്ട് ശത്രുത ഉണ്ടായിരുന്നയാൾ ജോമോനാണ്. അതോടൊപ്പം തന്നെ ഈ കാപ്പ കേസിലെ പ്രതിയെ ഒളിവിൽ താമസിപ്പിക്കാൻ സഹായിച്ചത് ജോമോനാണ്. അപ്പോൾ ഇത് രണ്ടും കൂട്ടിച്ചേർത്ത് വായിച്ചപ്പോൾ ഇതിൽ മറ്റൊരു ക്രൈം നടന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലീസ് കണ്ടെത്തുകയും മനസ്സിലാക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഈ കാപ്പ കേസ് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോഴാണ് ഇത് സംബന്ധിച്ച ചുരുളുകൾ അഴിയുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടയാളാണ് ജോമോൻ എന്ന് പറയുന്നത്, ദൃശ്യങ്ങളിൽ കണ്ടയാളാണ്. അയാളെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് പോലീസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ വെരിഫൈ ചെയ്യുകയാണ് ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ അവിചാരിതമായ അല്ലെങ്കിൽ ആകസ്മികമായിട്ടാണ് ഈ വിവരം അല്ലെങ്കിൽ ഈ കണ്ണികൾ കൂട്ടിച്ചേർക്കപ്പെടുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഈ ജോമോന്റെ പേര് ഈ രണ്ട് കേസുകളിലും കോമണായി വന്നപ്പോഴാണ് ഇത് സംബന്ധിച്ച പരിശോധനകൾ കൂടുതൽ കാര്യക്ഷമമായി പോലീസ് നടത്തിയത്. ഒരുപക്ഷെ ഈ ബിജുവിനെ കാണാതായത് സംബന്ധിച്ച പരാതി കുറച്ചുകൂടി നേരത്തെ പോലീസിന് ലഭിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി മുന്നേ ഇത് സംബന്ധിച്ച നടപടികളിലേക്ക് പോലീസിന് കടക്കാൻ കഴിയുമായിരുന്നു. കാരണം ഒരാൾ മിസ്സിംഗ് ആയി കഴിയുമ്പോൾ ആദ്യത്തെ മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. അയാളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള നടപടികളൊക്കെ ആ ഘട്ടത്തിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ആ ഘട്ടത്തിലൊന്നും ഈ കൊല്ലപ്പെട്ട ബിജുവിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകിയില്ല. അതിന് കാരണം ബിജു ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ ആരോടും പറയാതെ പലയിടങ്ങളിലേക്ക് യാത്ര പോകുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് വ്യാഴാഴ്ച കാണാതായിട്ടും ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് പരാതി പോലീസിന് ലഭിക്കുന്നത്.